മിക്ക മാരീഡ് റിലേഷൻഷിപ്സിനും രണ്ട് ഫേസ് ഉണ്ടാവും. അതിൽ ചില കപ്പിൾസ് ആദ്യത്തെ ഫേസിൽ തന്നെ മതിയാക്കി ചിലപ്പം പോകാൻ ചാൻസ് ഉണ്ട്. ആദ്യമൊക്കെ നമ്മൾ ഹസ്ബൻഡ് വൈഫ് ഒരു അടിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അതൊരു പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. അവർക്ക് തമ്മിൽ ഈ റിലേഷൻഷിപ്പിൽ ഇനി തുടരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ കല്യാണം തന്നെ എന്തിനാണ് കഴിച്ചത്, ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കും, ഇതെൻ്റെ റൈറ്റ് പാർട്ട്ണറാണോ, ഞാൻ റൈറ്റ് പാർട്ട്ണർ തന്നെയാണ് സെലക്ട് ചെയ്തത്, എൻ്റെ ജീവിതം ഇനി അങ്ങോട്ട് ഫ്യൂച്ചർ ഇനി എന്താവും, ഈ ആളുടെ കൂടെ എനിക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, എൻ്റെ ലൈഫ് ഇനി അങ്ങോട്ട് എന്താവും, അങ്ങനെ അങ്ങനെ ഓരോ വഴക്ക് നടക്കുമ്പോഴും വഴക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്കാവും, സിമ്പിൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ആയിരിക്കത്തില്ല, കുഞ്ഞു കാര്യങ്ങളാവും. പക്ഷെ മൈൻഡിനകത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ അയ്യോ ഇതെൻ്റെ റൈറ്റ് പാർട്ട്ണറാണോ, ഇനി ഞങ്ങൾ തമ്മിലുള്ള ജീവിതം എന്താകും, അങ്ങനെ അങ്ങനെ പല ഡൗട്ട്ഫുൾ ആയിട്ടായിരിക്കും. അതൊരു പേടിപ്പെടുത്തുന്നൊരു ആ ഒരു റിലേഷൻഷിപ്പിനെ തന്നെ ഡൗട്ട് ചെയ്യുന്ന ഒരു സംഭവമായിട്ടായിരിക്കും ആ ഒരു ഫൈറ്റ് പോകുന്നത്. ചിലർ ആ റിലേഷൻഷിപ്പ് തന്നെ മതിയാക്കി അങ്ങ് പോകാൻ ചാൻസ് ഉണ്ട്. ആ സ്റ്റേജൊക്കെ കടന്ന് നമ്മളത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നത്തെ ഒരു വഴക്ക് നമ്മൾ തന്നെ ഹസ്ബൻഡും വൈഫും തന്നെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നത്തെ ഒരു വഴക്കെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും. വഴക്ക് കൂടിയാലും ആ തമ്മിൽ നല്ല കമ്പാറ്റബിലിറ്റി ഉണ്ട്. ഈ വഴക്ക് കഴിഞ്ഞാലും നമ്മുടെ ഒരു സേഫ് സ്പേസ് എന്ന് പറയുന്ന ഹസ്ബൻഡാണ് അല്ലെങ്കിൽ വൈഫാണ്, നമുക്ക് രണ്ടുപേർക്കും കറക്റ്റ് പാർട്ട്ണർ നമ്മൾ ആണ്, ആ ഒരു ഡൗട്ട് ഫാക്ടർ ഇല്ല. അപ്പം ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്ന ആ ഒരു അവിടുത്തെ ഒരു വഴക്കെന്ന് പറയുന്നത് ഒരു ഡൗട്ട് ഫാക്ടറോട് കൂടിയ ഒരു വഴക്കാണെങ്കിൽ സെക്കൻഡ് ഫേസിലെ വഴക്കെന്ന് പറയുന്നത് ഒരു അക്സെപ്റ്റൻസ് ആണ്. കാരണം അവിടെ ഒരു ഡൗട്ട് വരുന്നില്ല, എനിക്കിത് റൈറ്റ് പാർട്ട്ണർ ആണോ ഇല്ലയോ എന്നൊരു ഡൗട്ട് വരുന്നില്ല. ഒരുമിച്ച് നിന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾ തന്നെയാണ് ഒരുമിച്ചുള്ള ജീവിതം എന്നുള്ളത് അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് വരുന്നത്. പിന്നെ തമ്മിൽ ഓരോ വഴക്കും അവരുടെ ബോണ്ട് കൂടുതൽ സ്ട്രോങ് ആക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ആദ്യത്തെ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് കടന്നു കിട്ടാൻ സാധിച്ചാൽ നിങ്ങൾ ഒരു ബെസ്റ്റ് കപ്പിളായി മാറുകയാണ് ചെയ്യുന്നത്.